ഹലോ, എൻ്റെ പേര് ജോർജ്. ഈ വീഡിയോ ഡീൽ ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഈ സ്റ്റുഡൻറ്റ് പ്രേമനൈരാശ്യം കാരണം ജീവൻ എടുത്തു, ആത്മഹത്യ ചെയ്തു, സൂയിസൈഡ് ചെയ്തു. അതുപോലെ വേറൊരു സംഭവം അത് ബ്രിട്ടനിലാണ് നടന്നത്. ഒരു സ്കൈ ഡൈവർ ഇതുപോലെ തന്നെ പ്രേമനൈരാശ്യം കാരണം അത് ചെയ്തതെന്ന് പറയാൻ നേരത്ത് പ്ലെയിനിൽ നിന്ന് എടുത്ത് ചാടി, ചെറിയ പ്ലെയിനിൽ നിന്ന് എടുത്ത് ഇവർ സ്കൈ ഡൈവിങ് ചെയ്യാൻ നേരത്ത് ആകാശത്ത് നിന്നെടുത്ത് ചാടും. അപ്പോൾ കറക്റ്റായിട്ട് കാര്യം മേളിൽ നിന്ന് താഴത്ത് എത്തണമെങ്കിൽ എങ്ങനെ പോയാലും മിനിമം 5 മിനിറ്റ് എടുക്കും. ഈ 5 മിനിറ്റ് എടുത്തിട്ട് ആ ചൂട്ട് വലിച്ചില്ല. അപ്പോൾ മരിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് നീങ്ങിയത്. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറയാൻ നേരത്ത് ഈ 2 കേസും നമ്മൾ വെളിയിൽ നിന്ന് നോക്കാൻ നേരത്ത് ഒരു എന്താ പറയുക, ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ ഫോർ എ ടെമ്പററി പ്രോബ്ലം, അതായത് ഒരു താൽക്കാലിക പ്രശ്നത്തിന് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം, അങ്ങനെ അത് കാണാൻ പറ്റുള്ളൂ. അവർക്ക് എന്ന് പറയാൻ നേരത്ത് ഒരു മീൻസ് അവരെ ചിന്ത, അവർ ചെയ്യുന്ന മുമ്പേയുള്ള ചിന്ത എന്ന് പറയാൻ നേരത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം 30 സെക്കൻഡ് മതി മിക്ക കേസസിലും. ഇങ്ങനെ അതായത് ആത്മഹത്യ ചെയ്യുന്ന കേസസിലും 30 സെക്കൻഡിനകത്ത് അവരെ മനസ്സ് മാറുമെന്നാണ് പറയണം. ഇത് പറ്റിപ്പോകാന്ന് പറയാൻ നേരത്ത് അതായത് നമുക്ക് അതായത് ഇതൊരു അതിജീവിക്കാനുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. പക്ഷെ ഈ ചിന്ത, ഈ സൂയിസൈഡ് പോകുന്നവർക്ക് അവർക്ക് ആ ചിന്ത വരില്ല. പക്ഷെ അത് കമ്മിറ്റ് ചെയ്യാൻ നേരത്താണ് ആ ചിന്ത എടുത്ത് മുന്നിലോട്ട് വരുന്നത്. വേറൊരു കാര്യം എന്ന് പറയാൻ നേരത്ത് ഈ നമ്മൾ അതായത് നോക്കേണ്ടതെന്ന് പറയാൻ നേരത്ത് ഈ ലോകത്ത് അതായത് ആണാണെങ്കിൽ സ്ത്രീ ആളാണെങ്കിൽ 50% എന്തായാലും ഉണ്ട്. അപ്പം വേറെയും ഇപ്പോൾ ഒരു ആളെ നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ്, ഒരാളെ നമ്മൾ മീൻസ് അധികം സ്നേഹിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞ് നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ല. വേറെയും ആൾക്കാരുണ്ട്. ദർ ഇസ് പ്ലെന്റി ഓഫ് ഫിഷസ് ഇൻ ദ സീ മീൻസ് ഓക്കെ. അങ്ങനെ അങ്ങ് കാണണം. എന്താണ് കാണാത്തതെന്ന് അറിയില്ല. പിന്നെ അടുത്തതെന്ന് പറയാൻ നേരത്ത് ഞാൻ നോക്കിയിട്ടുള്ളതാണ്. അതായത് ഇത് എന്ന് പറയാൻ നേരത്ത് ഇപ്പം ഈ എനിക്കറിയാവുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിലും അത് അവർ ചെയ്യാൻ നേരത്ത് അവരുടെ അടുത്ത ഫ്രണ്ട്സ്, റിലേഷൻസ്, ബന്ധങ്ങളൊക്കെ അവർക്കത് അപാരമായിട്ടാണ് അത് ബാധിക്കുന്നത്. ഭയങ്കരമായിട്ടാണ് അവരെ തകർത്തുകളയും. ഇത് അവർ ചിന്തിക്കാറില്ല. പലരും അതിൽ നിന്ന് പുറത്തു വരാൻ തന്നെ പാടാണ് അവർക്ക്. ഈ മീൻസ് ഈ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞാൽ വർഷങ്ങളെടുക്കും, ചിലപ്പോൾ പുറത്തു വരാറുമില്ല. ചിലവർ മീൻസ് ആ ഒരു സംഭവം ആ ഒരു ഇൻസിഡൻറ്റ് കാരണം ചിലവർ ചിലപ്പം മീൻസ് ദുഃഖത്താൽ ചിലവർ അധികം നാൾ ജീവിച്ചിരിക്കില്ല. അപ്പോൾ ഞാനെന്ന് പറയാൻ നേരത്ത് ഒരിക്കലും ഈ എന്താ പറയുക, ഈ ഒരിക്കലും ഇതിനെ ഒരുമ്പിടരുത്. അത്രയും എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു.